നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ എമ്പുരാൻ സിനിമ റിലീസായതിന് പിന്നാലെ എമ്പുരാനിൽ അഭിനയിച്ചതും അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ നേരെ നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തിരച്ചിൽ ഈ എൻഫോഴ്സ്മെന്റ് പറയുന്നുണ്ട് എമ്പുരാനുമായി യാതൊരു വിധത്തിൽ ഒരു കണക്ഷനുമില്ല. ഇതൊക്കെ നേരത്തെ തന്നെ ഡിയുടെ റഡാറിലുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെയാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്ന് ഡി ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുമ്പോഴും പൃഥ്വിരാജ് ആവട്ടെ ആദ്യം ഗോകുലം ഗോപാലനിൽ തുടങ്ങി, പിന്നീട് പൃഥ്വിരാജ്, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ആന്റണി പെരുമ്പാവൂരിൽ എത്തി നിൽക്കുകയാണ് ഡിയുടെ നോട്ടീസ്. ഈ 3 പേരും ആ ഒരൊറ്റ സിനിമയുമായിട്ട് നിന്ന ആളുകളാണ്. പക്ഷേ എമ്പുരാനുമായിട്ട് കണക്ഷനൊന്നും ഇല്ലെന്ന് പറയുന്നു. എങ്കിലും ഈ 3 പേരാണ് ഇനിയിപ്പോൾ അടുത്തത് മോഹൻലാൽ ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. നമുക്ക് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ഈ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് കൂടി ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ലൂസിഫർ, മരയ്ക്കാർ ഈ സിനിമകളുടെ സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്തണമെന്നാണ് ഈ നോട്ടീസിലുള്ള പരാമർശം. നേരത്തെയുള്ള റെയ്ഡിന്റെ തുടർ നടപടി എന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, നേരത്തെയുള്ള മുൻകാല സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത തേടുന്നത് എന്ന് ഡി ഉദ്യോഗസ്ഥർ പറയുന്നു. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിക്ക് ഇനി വ്യക്തത വരേണ്ടത്? ഇതൊന്നും എമ്പുരാൻ എഫക്റ്റുമല്ല. ഗുഡ് മോർണിംഗ് സഹിൻ. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊന്നും ഒരു എമ്പുരാൻ എഫക്റ്റ് അല്ല എന്നാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞു വയ്ക്കുന്നത്. 2022 അന്വേഷണ വിധേയമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. പ്രത്യേകിച്ച് ലൂസിഫർ, അപ്പോൾ തന്നെ മറ്റ് സിനിമകൾ, ആന്റണി പെരുമ്പാവൂരിൻ്റെ മറ്റ് സിനിമകൾ സംബന്ധിച്ചുള്ളൊരു കണക്കുകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ കണക്കുകളിലൊരു വ്യക്തത വരുത്തണമെന്ന് ഇൻകം ടാക്സ് ആവശ്യപ്പെടുകയാണ്. ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് വിഭാഗമാണ് ഇത് സംബന്ധിച്ച ഒരു നോട്ടീസ് ആന്റണി പെരുമ്പാവൂരിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ തന്നെ പൃഥ്വിരാജിനും ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഏതായാലും ഇതൊന്നും എമ്പുരാനുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വാർത്തയായി മാറുന്നതും. കഴിഞ്ഞ ദിവസം ഗോകുല ഗോപാലിൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാര്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. 593 കോടി രൂപയുടെ ഫെബ ലംഘനം നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. ഇതാ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഏതായാലും ഇവരൊക്കെ പറയുന്നത് പോലെ ഇത് ഈ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത്. ഏപ്രിൽ 29-നകം ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകണമെന്നാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സേതു. ഓക്കെ സഹിൻ.